ഫ്രഷ് ട്യൂബാണല്ലോ കാറ്റടിക്കുന്നത്. ഭയങ്കര ചാടയല്ലോ ഇവൻ. നിനക്ക് മരുന്ന് വെച്ചല്ല ഓന്റെ മെയിൻ പണി. ഓന്റെ മെയിൻ പണി ഇതാണ്. അത് കഴിച്ചിട്ടേ വരുള്ളൂ. ആ അതെ വരുന്നുണ്ട്. ആർക്കാ സട്ട പെർസണോ? എനിക്കാ. മറന്നു ഞാൻ തരാം. ഇന്ന് പൈസ തന്നാ ലീവിന് പോയി വരുമ്പോ വാങ്ങിത്തരാം. സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ബോട്ടിൽ 8000 രൂപ. നോ ബാർഗിങ്. കൊടുക്കടാ, ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. കൊടു. ഇത് 3000 ഉണ്ട്. ബാക്കി സാധനം തന്നിട്ട്. ഓക്കെ സാർ. ഓക്കെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഗന്ധാണ് പോണത്. ഹായ് കല്യാണി. ആരാ? ഞാൻ മണി, ഓൾഡ് ഈസ് ഗോൾഡിലെ ഗിറ്റാറിസ്റ്റാ. ഓ, ദേവന്റെ ഫ്രണ്ടാ? ആ ദേവനുണ്ടോ കൂടെ? ഇല്ല, ഞാനിവിടെ കടയിൽ വന്നതാ. ദേവൻ കല്യാണിയെ കാണാൻ വന്നിരുന്നില്ലേ? അതെ. അവൻ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് മുതല് അവൻ ഭയങ്കര സന്തോഷത്തിലാ. അതെന്താ? കാഴ്ചയുള്ളവര് സൗന്ദര്യം കണ്ടല്ലേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ദേവനും കല്യാണിയൊക്കെ മനസ്സുകൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നത്. അന്നൊരു കോഫി പോലും കുടിക്കാതെ ദേവൻ പോയത്. അതൊക്കെ ഇനിയാവാലോ. എവിടെയാ ദേവൻ താമസിക്കുന്നത്? ഞങ്ങൾ ഒരുമിച്ചാ ഓൾഡ് ഈസ് ഗോൾഡിന്റെ ക്യാമ്പില്. ആഹാ, അപ്പൊ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കുമല്ലോ. പിന്നെ നല്ല ശബ്ദാ ദേവന്റെ. മറ്റെവിടെയെങ്കിലും നോക്കിക്കൂടെ? ഞങ്ങളും പറയാറുണ്ട്, പക്ഷെ അവൻ പോവൂല. അതെന്താ? ഞങ്ങള് കുറെ പേരുടെ ചോറ് അവന്റെ ശബ്ദം അവനറിയാം. അതാ. കല്യാണി, ഞാനെന്നാ അങ്ങോട്ട് നീങ്ങുവാ. ശരി. മണി, ആ ദേവനോട് എന്റെ അന്വേഷണം പറയണേ. പറയാട്ടോ. നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ? നീലാകാശച്ചെരുവിൽ നിന്നെ കാണാൻ താരമാ. ഇത് ഏൽപ്പിച്ചപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത്. എത്തുന്നാണല്ലോ. നിങ്ങൾ ആരും പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും. അതിലിപ്പോ ആരാ നക്കിയത്? എന്റെ ഈ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും നക്കാനായിട്ട്. ഇവിടെ മരുന്നിന് പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസ് 2 കിട്ടിയത്. ഇതെങ്ങനെ ശരിയാവും? കെട്ടിയ കാര്യത്തെ പറ്റി പറയരുതിട്ടാ. അതെന്താ ബോസേ? അതോ, അതൊരു കഥയാ മക്കളെ. ഇത് വരാത്ത എന്താണ്? വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. മോശം. ഹലോ, അയ്യോ, പാലെടുക്കാൻ മറന്നുപോയേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. തുടക്കം തന്നെ പാളിയല്ല. പാല് എന്താ
മെല്ലെ പോയി നോക്കിയ സമയം എങ്ങനെ അറിയാനാ? 5 മിനിറ്റ് കഴിഞ്ഞേ. ഡ്രസ്സൊക്കെ മാറി എന്നെക്കാലത്ത് എടുക്കുവാണല്ലേ. ഇതെന്താ ഇവിടെ നാണം കൊണ്ട് റൂം മാറി പോവാ. വന്നേ കിടക്കവിടെ. എന്തിനാണ് കരയണത്? ഇതാണ് ഫസ്റ്റ് നൈറ്റ്. കരച്ചിന് എടുത്തിട്ട് ആപ്പിളൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. അതെ ചേ ഇതെന്താണ് സിനിമയിലെ പോലെ ശല്യം ചെയ്യാൻ വന്നേക്കണം. വാ. എന്തു പറ്റി മോളെ? സത്യമായിട്ടും ഇന്ദുവാന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഇന്ദു അല്ലാന്ന്. അതെ. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം ഞാൻ വാ പൊത്തിയത്, പിന്നെ വിട്ടായിരുന്നു. ഞാൻ ചേട്ടന് കൊടുക്കാനുള്ള പാലെടുക്കാൻ വേണ്ടി പോയതാ. ഒരു 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ ഞാൻ പോയിട്ട്. അതെ. വേറെ 5 മിനിറ്റ്. എന്നാലും എന്റെ അളിയാ ഇത്ര ആക്രമണം വേണ്ടായിരുന്നു. ബോസേ, എന്നാലും 2 ഭാര്യമാരുള്ള ഒരു രസമല്ലേ? എന്ത് രസം? ഒരു രസവും ഇല്ല. രണ്ടിന്റെ മോന്ത ഒരുപോലെ ഇരിക്കണത്. അയ്യോ ദേവന്നാ മരം കുത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് ചോദിച്ചു ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്റെ അളിയൻ ഇല്ലെങ്കിലും അടിക്കുവോ? ഹരിയേട്ടന് ഇപ്പൊ തോന്നിയ സംശയം ഉണ്ടല്ലോ, ആ സംശയം വെച്ചെടുത്താ അടിക്കില്ല. പ്രതീക്ഷയോടുകൂടി എടുക്കേണ്ട ഒരു സാധനമാണ് ലോട്ടറി. ആ എങ്കിൽ പ്രതീക്ഷയോടെ ഒന്ന് എടുത്തേക്കാം. ഇതാ ദേവന്റെ ലോട്ടറി കട. ദേവാ, നിന്റെ ഫ്രണ്ടിനോട് ഇറക്കിയിട്ടുണ്ടാ. ആരോ കോപിയേട്ടാ? ഞാനാ കല്യാണി. ഇവിടെ അടുത്ത് നമ്മുടെ ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ കാണാൻ വന്നതാ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. വെറുതെ അന്വേഷിച്ചപ്പോ ഇവിടെ അടുത്ത ദേവന്റെ ഷോപ്പെന്ന് അറിഞ്ഞു. പിന്നെ ഒരു കോഫിയുടെ കടം ബാക്കിയുണ്ടല്ലോ, അതങ്ങ് വീട്ടിലേക്കാന്ന് വെച്ചു. എങ്കില് നമുക്ക് അബുക്കാന്റെ കടയിൽ നിന്നായാലോ? ആയിക്കോട്ടെ.